ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചീര കൃഷി കാണിക്കാനാണ് ഈ വീഡിയോ. ഇത് കണ്ടോ, ചീര ടൈലിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 2-3 കട ചീരയുണ്ട്. ഈ ഒരു കട അതിങ്ങനെ വളഞ്ഞൊടിഞ്ഞ് കിടക്കാണ് കേട്ടോ. ഇത് കണ്ടോ, വളഞ്ഞൊടിഞ്ഞൊക്കെയാണ് കിടക്കണേ. പക്ഷെ ഇതിലൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ടൈലിനിടയിലും ഉണ്ടായപ്പോൾ നമ്മളത് പറിച്ച് കളഞ്ഞില്ല, അവിടെ നിന്ന് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തന്നെ ഉണ്ട്, ഒരു കറിക്കുള്ള ചീരയുണ്ട്. ഇത് തന്നെ നല്ല ചീരയാണ്, നല്ല ടേസ്റ്റുള്ള ചീരയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈലിൻ്റെ ഇടയിൽ പണ്ട് കുറേ നാൾ മുമ്പ്, കഴിഞ്ഞ വർഷം ഒരു ചീര ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറേ വലുതായി പൂത്ത് അതിൻ്റെ വിത്തുകളൊക്കെ താഴേക്ക് ചാടി. അപ്പോഴാണ് ഇങ്ങനെ ഈ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചീര ഉണ്ടായിരിക്കുന്നത്. ഇതിവിടെയൊക്കെ ഉണ്ട്, ചീര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടൈൽസിനുള്ളിലെ പുല്ലുകളൊക്കെ ഞങ്ങൾ കുറേ പറിച്ച് കളഞ്ഞു. അപ്പോൾ അതിങ്ങനെ നല്ല ചീരയാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ മുളച്ചുണ്ടായേക്കോ. ഇത് ചിലപ്പോൾ പറിച്ച് നമ്മളെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ചീത്തയായി പോവും, അല്ലെങ്കിൽ പിടിക്കാതെ വരും. അപ്പോൾ ഞങ്ങളിതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടയ്ക്ക് കട്ട് ചെയ്തെടുക്കും കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ചീര ഇവിടെ ടൈൽസിനിടയിലാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. അതും തനിയെ ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല നല്ല ചീരകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചീര നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചീര നമുക്ക് നല്ല ഗുണമുള്ളതാണ്. ഹീമോഗ്ലോബിൻ കൂടാനും ഒക്കെ ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് ചീര.